മലയാളികൾക്ക് ഏറെ പരിചിതനായ നടനും തിരക്കഥാകൃത്തുമാണ് ബിബിൻ ജോർജ്. മിമിക്രിയിൽ നിന്നാണ് അദ്ദേഹം സിനിമയിലേക്ക് വന്നത്. വിഷ്ണു ഉണ്ണികൃഷ്ണനുമായി ചേർന്ന് അമർ അക്ബർ അന്തോണി എന്ന ചിത്രത്തിന് തിരക്കഥയൊരുക്കിയത് ബിബിനായിരുന്നു. അവിടെ മുതൽക്കെയാണ് അദ്ദേഹം ശ്രദ്ധിക്കപ്പെടുന്നത്. പിന്നീട് കട്ടപ്പനയിലെ ഹൃതിക് റോഷൻ, ഒരു യമണ്ടൻ പ്രണയകഥ, വെടിക്കെട്ട് എന്നീ ചിത്രങ്ങൾ വിഷ്ണുവിനൊപ്പം തിരക്കഥയൊരുക്കി. വെടിക്കെട്ട് എന്ന സിനിമ സംവിധാനം ചെയ്തതും ഇരുവരും ചേർന്നായിരുന്നു. അമർ അക്ബർ അന്തോണി, വെൽക്കം ടു സെൻട്രൽ ജയിൽ, റോൾ മോഡൽസ് തുടങ്ങി ഏതാനും സിനിമകളിൽ അഭിനയിച്ചതിനു ശേഷമാണ് ബിബിൻ ജോർജ് നായകനായി എത്തുന്നത്. 2018 ഹിറ്റ് സംവിധായകൻ ഷാഫിയുടെ സംവിധാനത്തിലെത്തിയ ഒരു പഴയ ബോംബ് കഥ എന്ന സിനിമയിലാണ് അദ്ദേഹം ആദ്യമായി നായകനാകുന്നത്. പിന്നീട് മികച്ച വേഷങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തി. ഇപ്പോൾ സില്ലി മാംഗോസ് മോളിവുഡിന് നൽകിയ അഭിമുഖത്തിൽ സംവിധായകൻ ഷാഫിയെ കുറിച്ച് സംസാരിക്കുകയാണ് ബിബിൻ. ഷാഫി സാറിനെ പറ്റി പറയാതെ മുന്നോട്ടു പോകാനാവില്ല. എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾക്ക് പോലും ഞാൻ നായകനാകും എന്ന കരുതൽ ഉണ്ടായിരുന്നില്ല. ഞാൻ നായകനാകുമെന്ന് അവരാരും ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല. എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾക്ക് പോലും അങ്ങനെ ചിന്തിക്കാനായിട്ടില്ല. ആത്മാർത്ഥമായ ചങ്ക് പോലെ കൊണ്ടു നടന്ന കൂട്ടുകാർക്ക് പോലും ഞാൻ സിനിമയിൽ നായകനല്ലാതെ വേറെ കഥാപാത്രങ്ങൾ ചെയ്യുമെന്ന് കരുതിയിട്ടുണ്ടാകും. പക്ഷെ ഹീറോ ആയിട്ട് വരുമെന്ന് ചിന്തിച്ചിട്ടില്ല. ആ സമയത്ത് എന്നെ ഹീറോയായിട്ട് കാണാൻ ഷാഫി സാർ കാണിച്ച ഒരു ചങ്കൂറ്റമുണ്ട്. അദ്ദേഹം മമ്മൂക്കയെയും രാജുവേട്ടനെയും ചാക്കോച്ചനെയും ഉൾപ്പെടെയുള്ള പല സൂപ്പർ സ്റ്റാറുകളെയും വെച്ച് ഹിറ്റടിച്ച ആളാണ്. മലയാളത്തിലെ ഹിറ്റ് സിനിമകൾ നോക്കിയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെതാകും കൂടുതൽ. പക്ഷെ അദ്ദേഹം ചെയ്ത ഏറ്റവും വലിയ കാര്യമായിട്ടും ഒരു മൈൽ സ്റ്റോൺ ആയിട്ടും കരുതേണ്ടത് എന്നെ പോലെ ഒരാളെ ഹീറോ ആക്കിയതാണ്. അദ്ദേഹം എന്നെ അന്ന് ഹീറോ ആക്കിയതിനു ശേഷമാണ് ആളുകൾ എന്നെ സ്വീകരിച്ചു തുടങ്ങിയത്. സത്യത്തിൽ ഞങ്ങളുടെ പുതിയ സിനിമയുടെ കഥ ഞാനും വിഷ്ണുവും പറയുകയും അദ്ദേഹം ഡയറക്റ്റ് ചെയ്യാൻ തീരുമാനിക്കുകയും ചെയ്തിരുന്നു. എല്ലാം സെറ്റായി നിൽക്കുന്ന സമയത്താണ് ഷാഫി സാർ പോകുന്നത്. എനിക്ക് അദ്ദേഹം അയച്ച അവസാനത്തെ വോയിസ് മെസ്സേജ് ഇപ്പോഴും ഓർമ്മയുണ്ട്. എന്നെ വെച്ച് ഒരു പടം ചെയ്യാനായി കഥ കേട്ടിട്ടുണ്ട് എന്ന് പറയുന്നതായിരുന്നു ആ വോയിസ് മെസ്സേജ്. ഗുരുനാഥനിൽ ഉപരിയായി എന്റെ ഫാമിലി തന്നെയാണ് അദ്ദേഹം. എന്റെ അപ്പൻ മരിച്ചപ്പോൾ ഉണ്ടായ വേദന തന്നെയായിരുന്നു എനിക്ക് അദ്ദേഹം പോയപ്പോഴും ഉണ്ടായിരുന്നത്, ബിബിൻ ജോർജ് പറയുന്നു.